ഉറുമ്പ് വിചാരിച്ചാൽ സിംഹം കഴിക്കുന്ന ഭക്ഷണം മാറ്റുവാൻ കഴിയുമോ? കഴിയുമെന്നാണ് കെനിയയിലെ ഉറുമ്പുകളെ നിരീക്ഷിച്ച ഗവേഷകരെ ഞെട്ടിച്ചുകൊണ്ട് അവ തെളിയിച്ചത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നീണ്ട 30 വർഷത്തെ ഗവേഷണത്തിലൂടെ ടോഡ് പാമറും സംഘവും ചേർന്ന് കണ്ടെത്തിയ ആ ഞെട്ടിക്കുന്ന കണ്ടെത്തലിനെ കുറിച്ചാണ്. കാര്യത്തിലേക്ക് വരാം. അതായത് ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ അടിമുടി മാറ്റുവാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഉറുമ്പുകൾ. ചുമ്മാതല്ല, നീണ്ട 30 വർഷത്തെ ഗവേഷണത്തിനൊടുവിലാണ് ഫ്ലോറിഡ സർവകലാശാലയിലെ പ്രൊഫസറായ ടോഡ് പാമറും സംഘവും ചേർന്ന് ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയത്. കെനിയയിലെ ഓൾ പെജറ്റ കൺസർവൻസി എന്ന വനത്തിലെ ഉറുമ്പുകളും മൃഗങ്ങളും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെക്കുറിച്ചായിരുന്നു ഇവർ നിരീക്ഷിച്ചത്. പഠനത്തിൽ ആനകളുടെയും സിംഹങ്ങളുടെയും ഭക്ഷണക്രമത്തെ കാര്യമായി സ്വാധീനിക്കുവാൻ ഉറുമ്പുകൾക്ക് കഴിഞ്ഞതായും അതുവഴി മൊത്തം ആവാസ വ്യവസ്ഥയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചതായും കണ്ടെത്തി. അവിടെ കണ്ടുവരുന്ന വലിയ തലയുള്ള ഒരിനം ഉറുമ്പുകളെയാണ് നിരീക്ഷണ വിധേയമാക്കിയത്. ചെറിയ ആക്രമണകാരികളാണിവ. ഒരു ആഫ്രിക്കൻ ആവാസ വ്യവസ്ഥയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണികളെ സ്വാധീനിക്കുന്നുണ്ട്. ആരെയാണ് ഭക്ഷിക്കുന്നതെന്ന് അവ പലപ്പോഴും നിർണ്ണയിക്കുന്നു. ക്യാമറകൾ, ഉപഗ്രഹങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സിംഹങ്ങളുടെ കോളറുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് എന്നിവ ഉപയോഗിച്ചാണ് ഗവേഷക സംഘം പഠനം നടത്തിയത്. പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഏറെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. 30 വർഷം കൊണ്ട് നടന്ന കാര്യങ്ങൾ ഏകദേശം ഇങ്ങനെയാണ്. ആ പ്രദേശത്തെ സ്വദേശികളായ അക്വേഷ്യ ഉറുമ്പുകൾ എന്ന ഒരിനത്തെ ഈ വലിയ തലയുള്ള ഉറുമ്പുകൾ തുടർച്ചയായി ആക്രമിച്ചു. ഇതിനാൽ ക്രമേണ അക്വേഷ്യ ഉറുമ്പുകൾ ആ പ്രദേശത്ത് നിന്നും അപ്രത്യക്ഷമായി തുടങ്ങി. ഈ അക്വേഷ്യ ഉറുമ്പുകൾ കൂടുതലായും കൂടുകൂട്ടിയിരുന്നത് വിസിൽ ത്രോൺ എന്നറിയപ്പെടുന്ന ഒരുതരം അക്വേഷ്യ മരത്തിലായിരുന്നു. ഉറുമ്പുകൾ കൂടുകൂട്ടുന്നത് കൊണ്ട് കടി പേടിച്ച് ഈ മരങ്ങളെ ആനകൾ തങ്ങളുടെ ആഹാരമാക്കുന്നത് മുൻപേ തന്നെ കുറവായിരുന്നു. എന്നാൽ അക്വേഷ്യ ഉറുമ്പുകൾ അപ്രത്യക്ഷമായതോടെ ആനകളിത് യഥേഷ്ടം ഭക്ഷിച്ചു തുടങ്ങി. മരങ്ങളുടെ കുറവ് വന്നതോടെ ഇവിടുത്തെ മറവില്ലാതെയായി. ഇത് സിംഹങ്ങൾക്ക് സീബ്രകളെ വേട്ടയാടുന്നത് ബുദ്ധിമുട്ടാക്കി. കാരണം സിംഹങ്ങൾ സീബ്രകളെ വേട്ടയാടുമ്പോൾ മറഞ്ഞിരിക്കുവാനും കുതിക്കുവാനും ഈ മരങ്ങളെ ആയിരുന്നു കൂടുതലും ആശ്രയിച്ചിരുന്നത്. സീബ്രകളെ വേട്ടയാടുവാൻ കഴിയാതെ വന്നതോടെ ഈ സിംഹങ്ങൾ കാട്ടുപോത്തുകളെ വേട്ടയാടുവാൻ തുടങ്ങി. അങ്ങനെ പതിയെ ആ കാട്ടിലെ സിംഹങ്ങൾ അവസാനം കാട്ടുപോത്തുകളെ ഭക്ഷിക്കുന്നവയായി മാറേണ്ടി വന്നു. ഈ ചെറിയ ആക്രമണകാരികളായ ഉറുമ്പുകൾ മനുഷ്യനുൾപ്പെടെയുള്ള വലിയ ജീവികളെ ആക്രമിക്കാത്തതിനാലാവാം ഇതുവരെയും അവയെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പാമർ പറഞ്ഞു. എന്നാൽ ഇവ പ്രകൃതിയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും അത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പാമർ കൂട്ടിച്ചേർത്തു. എന്താ അല്ലേ? രസകരമായ മറ്റൊരു അധ്യായവുമായി ഉടനെ വരാം. തൽക്കാലം വിടാം.